ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബേബി ഫ്രോക്കാണ് ചെയ്യുന്നത്. ഞാനൊരു 6 മന്ത് ആയിട്ടുള്ളൊരു ബേബിയുടെ അളവിലാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. ഒരു ത്രീ മന്ത് മുതൽ 6 മന്ത് വരെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അളവാണ് കേട്ടോ ഞാനിവിടെ ഇന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അളവൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് അളവിലാണോ കട്ട് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു അളവ് ഞാനിവിടെ മെഷർമെൻറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെസ്റ്റ്, വേസ്റ്റ്, ഷോൾഡർ, ആം ഹോള്, ലെങ്ത്ത് അങ്ങനെ അളവുകളൊക്കെ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 6 മന്ത് ബേബിയുടെ അളവ്, അതേപോലെ 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, 4 മുതൽ 5 വയസ്സ് വരെയുള്ള അളവാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഓരോ അളവുകളൊക്കെ നമുക്ക് ഓരോ വീഡിയോയിലായിട്ട് നമുക്കങ്ങനെ കാണിക്കട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു അളവ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് അളവിലുള്ള ഫ്രോക്കാണോ നിങ്ങൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ഈ അളവ് നോക്കിയിട്ട് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പോൾ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഒരു 6 മന്ത് ബേബിയുടെ ഒരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളിന്ന് ഫസ്റ്റത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് കേട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യണമൊക്കെ കറക്റ്റ് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ഞാനിതിൻ്റെ താഴെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID കൊടുക്കുക. അപ്പോൾ അതിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ ഫോട്ടോ. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത ആളുകൾക്ക് നമ്മളെ വക സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ക്ലോത്തൊക്കെ ഇവിടെ റെഡിയാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 മീറ്റർ ക്ലോത്താണ് കേട്ടോ ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 6 മന്ത് മുതലൊക്കെ ഒരു 2-3 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ ഒരു 1/2 മീറ്റർ ക്ലോത്ത് മതി കേട്ടോ. അപ്പോൾ അതാ ഞാൻ കോട്ടൻ്റെ വൈറ്റ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലിതാ ഞാനിതാ അങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളെ യോക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു നീളത്തിൽ ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് എത്രയാണെന്നുള്ളതെന്ന് ഞാനിതിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാ അതുപോലെ രണ്ടായിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മെഷർമെൻറ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ അളവുകൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള അളവാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ക്ലോത്ത് എടുക്കുക. ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഒരു 4.5 ഇഞ്ചാണ് കേട്ടോ. ഞാൻ 4.75 കേട്ടോ. 4 ഇഞ്ചും 75 പോയിൻറ്റും കൂടെ അങ്ങനെ 4.75 ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ 4.75 4.5 ഒരു അര കഴിഞ്ഞിട്ട് പിന്നെ 2 പോയിൻറ്റും കൂടെ ഉണ്ടല്ലോ, അങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ വീതിയാണ് എടുക്കേണ്ടത് കേട്ടോ. വീതി ഞാൻ 5 ഇഞ്ചാണ് കേട്ടോ വീതി എടുക്കുക. മടക്കി വെച്ചതിന് ശേഷം കേട്ടോ, നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചേക്കാണ്. മടക്കി വെച്ചതിന് ശേഷം 5 ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നിവർത്തുന്ന സമയത്ത് അതൊരു 10 ഇഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 6 മന്ത് ബേബിയുടെ അളവാണ് കേട്ടോ ഞാനിതിൽ ഈ ഒരു കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ കുട്ടിയുടെ അളവ് ചെസ്റ്റിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ തന്നിട്ടുള്ള ചാർട്ടിൽ നോക്കിയിട്ട് മാർക്ക് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിലാണ് ഞാനിങ്ങനെ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. താഴേക്ക് 4.5 ഇഞ്ച് കേട്ടോ. നീളം 4.75 വീതി 5 ഇഞ്ചുമാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് മടക്കിയിട്ടാണ് 5 ഇഞ്ച്. പിന്നെ ബാക്ക് പാർട്ടിന് കണ്ടില്ലേ 10.5 ഇഞ്ചാണ് നമ്മളിതിൻ്റെ വീതി എടുക്കുന്നത്. അതേപോലെ നീളം ആ സെയിം തന്നെ 4.75 തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് വേറൊരു പീസ് ഇതുപോലെ ഒന്ന് രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 10.5 നേരത്തെ നമ്മൾ 10 ഇഞ്ചല്ല നീളം, 10 ഇഞ്ചിന് പകുതിയാക്കിയിട്ട് 5 ഇഞ്ച് നീളം എടുത്തു, നീളമല്ല വീതി എടുത്തു. അപ്പോൾ അടുത്ത ബാക്ക് പാർട്ടിന് നമ്മൾ അതേപോലെ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ നീളം എന്ന് പറയുന്നത് 4.75 നമ്മൾ നീളം എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വീതി നമ്മൾ 10.5 ഇഞ്ചല്ലേ പറഞ്ഞത്. അപ്പോൾ 10.5 ഇഞ്ചിന് നമ്മൾ 5.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 5.5 ഇഞ്ചിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നിവർത്തിയെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു
10.5 ഇഞ്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് അളവിലാണോ നിങ്ങൾ ഫ്രോക്ക് തയ്ക്കുന്നത് അതിൻ്റെ അളവ് നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു ചെറിയൊരു ഫ്രോക്കാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ഫ്രോക്കിൽ കാണിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാനൊരു 6 മന്ത് ബേബിയുടെ അളവാണ് കേട്ടോ ഞാൻ ഇവിടെ കട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഫ്രണ്ട് പാർട്ടും അതേപോലെ ബാക്ക് പാർട്ടും നമ്മൾ യോക്കിനുള്ളത് നമ്മളിതുപോലെ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 മീറ്റർ ക്ലോത്താണ് കേട്ടോ നമുക്കിതിന് വേണ്ടത്. അപ്പോൾ ഇത് വൈറ്റ് ആയതുകൊണ്ട് നമ്മളെ വീഡിയോയിൽ വൈറ്റ് ടേബിളും വൈറ്റ് ക്ലോത്തുമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും നിങ്ങളൊന്ന് വീഡിയോ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത്തിൽ നമുക്ക് കുറച്ചൊരു പോയിൻറ്റോളം നമുക്ക് എക്സ്ട്രാ ഉണ്ട് ഈ ക്ലോത്ത്. അത് നമുക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഷോൾഡറും ആം ഹോളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഫ്രണ്ട് പീസിലാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസിൽ നമുക്ക് ആദ്യം ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ 2 ആക്കി മടക്കി വെച്ചിട്ടുള്ള ക്ലോത്താണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. 4 ആക്കിയിട്ടല്ല മടക്കി വെച്ചിട്ടുള്ളത്, 2 ആക്കിയിട്ട് മടക്കി വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഷോൾഡർ ഇവിടെ ഞാൻ 3.5 ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് നമുക്ക് അത്ര മതി കേട്ടോ. അപ്പോൾ 3.5 ഇഞ്ച് ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഒരു 4 ഇഞ്ചോളം 3.75 കേട്ടോ. 4 ഇഞ്ച് കറക്റ്റ് എടുത്തിട്ടില്ല, 3.75 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആം ഹോള്. അപ്പോൾ ഷോൾഡർ 3.5 താഴോട്ട് ആം ഹോള് 3.75 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് കർവാക്കിയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മളിതുപോലെ ഒന്ന് വരച്ചതിന് ശേഷം ഇതൊന്ന് ചെരിച്ച് നമുക്കൊരു ആം ഹോള് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്കിതാ ഇതുപോലെ ഈ ഒരു കോർണറിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ആം ഹോള് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്കൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്ക് ഇതിൽ ഞാൻ 1.5 ഇഞ്ചാണ് നെക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ആ തന്നിട്ടുള്ള മെഷർമെൻറ്റ് ചാർട്ടിൽ ഞാൻ നെക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ നെക്കിൻ്റെ അളവ് ഞാൻ സെപ്പറേറ്റ് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നെക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിത് ചെറിയ കുട്ടിയായതുകൊണ്ട് നമുക്കിതിൽ 1.5 ഇഞ്ച് മതി. പിന്നെ ഒരു 2 വയസ്സ് 3 വയസ്സ് അതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1.25 2 ഇഞ്ചൊക്കെ നെക്കിൻ്റെ വീതി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു അളവ് ഒന്ന് നോക്കിയാൽ മതി. ബാക്കി ഞാൻ നെക്കിൻ്റെ ഓരോ വയസ്സിലും നെക്ക് എത്ര വീതി എടുക്കണം എന്നുള്ളത് ഞാനൊന്ന് വേറെ അടുത്ത വീഡിയോയിൽ ഞാൻ കറക്റ്റ് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് ഞാൻ ചാർട്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ നെക്ക് വീതി 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നെക്കിൻ്റെ ഇറക്കം ഞാനൊരു 2 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് റൗണ്ടായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേ ലെങ്ത്തിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ കുട്ടിയായതുകൊണ്ട് നമുക്ക് ബാക്കിൽ കയറ്റിയിട്ടും മുന്നിൽ ഇറക്കിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഒരേ ഇതിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്തതും ആം ഹോളും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ അളവ് മാർക്ക് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഇത് ചെറിയൊരു ഫ്രോക്കല്ലേ, അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ മാർക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതാ ഞാൻ നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. അതേപോലെ തന്നെ ആം ഹോളും നമ്മൾ ആ വരച്ചെടുത്ത് അതേപോലെ തന്നെ കട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ വീഡിയോ സ്പീഡാക്കിയിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. കാരണം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ സ്പീഡാക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ സ്പീഡൊന്നും ആക്കാതെയാണ് കേട്ടോ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ചിലപ്പോൾ കുറച്ചൊരു ലെങ്ത്ത് ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ ആം ഹോളും നമ്മുടെ നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 0.5 നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെരിച്ചിട്ട് ഈ ഒരു ഷോൾഡർ ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മളെ ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പാർട്ട് ആദ്യം കട്ട് ചെയ്തിട്ട് പിന്നെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പാർട്ടും കൂടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതും നമ്മൾ ക്ലോത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ 2 ആക്കി മടക്കി വെച്ചിട്ടുള്ള ക്ലോത്താണ്. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഈ ഒരു മടക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, മടക്ക് ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചോളം നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മളിത് മാർക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എക്സ്ട്രാ നമ്മളൊരു 1/2 ഇഞ്ച് മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കവിടെ ഹുക്സോ അല്ലെങ്കിൽ
കുളത്തോ അല്ല പിന്നെ സിബ്ബോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണം. ചെറിയ കുട്ടികളായതുകൊണ്ട് എന്തായാലും നമുക്ക് സിബ്ബ് വേണ്ടി വരും. അപ്പോൾ സിബ്ബോ അല്ലെങ്കിൽ ഹുക്സോ ഏതെങ്കിലും വെച്ച് കൊടുക്കാൻ നമുക്ക് അവിടെ ഒരു അരയിഞ്ച് ബാക്ക് പീസിൽ ആ ഒരു മടക്ക് വരുന്ന ഭാഗത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ട് പീസിന് കണക്കാക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ബാക്കി അളവുകളൊക്കെ സെയിം ആണ് കേട്ടോ. ഒരു 1/4 ഇഞ്ച് ആ ഒരു മടക്ക് വരുന്ന ഭാഗത്ത് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി താഴെ നമ്മൾ 4.75 ആയിരുന്നു നീളം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എക്സ്ട്രാ ഉള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ യോക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബോട്ടം പാർട്ടാണ് കേട്ടോ. ബോട്ടം നമ്മൾ ആ ഒരു ഫ്രില്ലിട്ട് കൊടുക്കുന്ന ആ ഒരു പീസാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ കണ്ടില്ല, നമ്മളിത് ബാക്കും ഫ്രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്ക് പീസിൽ നമ്മൾ ഈ ഒരു എക്സ്ട്രാ ഇട്ടില്ലേ, ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അവിടെ നമുക്ക് ഹുക്സോ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാക്ക് പീസ് ഇതുപോലെ 2 എണ്ണമായിട്ട് വരും, ഫ്രണ്ട് പീസ് ഒരുമിച്ചും വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബോട്ടം പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആ ഫ്രില്ലിടുന്ന താഴോട്ടുള്ള ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് യോക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നേരത്തെ കണ്ടിട്ട് നിങ്ങൾ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടം പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്തും ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബാക്ക് പീസിൽ നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ബാക്ക് ഭാഗത്തേക്ക് 2 പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പീസും നമുക്കിതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ അളവ് എത്രയാണെന്നുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് നീളം മാത്രം നിങ്ങൾ എടുത്താൽ മതി, വീതി കറക്റ്റിൽ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ഫ്രില്ലിട്ടിട്ട് ആ ഒരു യോക്ക് പാർട്ടിന് കണക്കാക്കിയിട്ട് ഫ്രില്ല് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് ഞാൻ 7.5 ഇഞ്ചാണ് കേട്ടോ നീളം കൊടുക്കുന്നത്. 7.5 ഇഞ്ചാണ് നമ്മളിതിൻ്റെ നീളം കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്, വീതി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. എത്ര വേണമെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഗാദറിങ് ആയിട്ട് ചെറിയൊരു ഫ്രില്ലേ നമ്മളിതിന് കൊടുക്കണുള്ളൂ. ചെറിയ കുട്ടികളായതുകൊണ്ട് നമ്മൾ ഓവർ ഫ്രില്ലിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ 8.5 ഇഞ്ചാണ് ഞാൻ ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്തേക്കുള്ളതാണ് കേട്ടോ പറയുന്നത്. ഇത് 2 പീസല്ലേ, അപ്പോൾ ഒരു ഭാഗത്തേക്കുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ കറക്റ്റ് നീളം നോക്കിയാൽ മതി. വീതി നിങ്ങൾക്ക് ഫ്രില്ല് ഇട്ട് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, ആ ഒരു യോക്ക് പാർട്ടിൻ്റെ അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കി ഭാഗം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റിൽ കട്ട് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കറക്റ്റിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു ഫ്രില്ല് ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചെറിയ കുട്ടികൾക്ക് 6 മാസം 3 മാസമൊക്കെ ആയ കുട്ടികൾക്ക് നമുക്ക് ഓവർ ഫ്രില്ലിട്ട് കൊടുക്കുന്ന ഫ്രോക്ക് അത്ര പെർഫെക്റ്റ് ആവില്ല അവർക്ക് കേട്ടോ. നമ്മൾ ചെറിയൊരു രീതിയിലാണ് നമ്മളിതിന് ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ അതിൻ്റെ നീളവും വീതിയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇത് ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 പീസ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിന് നമ്മൾ ഒറ്റ പീസാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇതുപോലത്തെ ഒരൊറ്റ പീസ് എടുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നീളം നമുക്ക് എന്താ ചെയ്യുക, 7.5 ഇഞ്ച് തന്നെയാണ് നമ്മൾ നീളം എടുക്കുന്നത്. വീതി നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള പീസല്ലേ. അപ്പോൾ നീളം എന്ന് പറയുന്നത് 7.5 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീതി ഞാനിവിടെ 15 ഇഞ്ച് വീതി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീതിൻ്റെ അത്ര കാര്യമാക്കണ്ട. വീതി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്രത്തോളം ഫ്രില്ലിട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഫ്രില്ലിട്ടതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ ഇതും ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ 2 ആക്കിയിട്ടൊന്ന് മടക്കി വെക്കുക. ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, ഫ്രണ്ട് പീസ് ഇതിൻ്റെ മുകളിൽ 2 പീസ് ഉണ്ടാവും. ഇത് ഫ്രണ്ട് പീസാണ്. ബാക്ക് പീസ് 2 പീസ് ഉണ്ടാവുമല്ലോ, ആ 2 പീസും നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചെറിയൊരു മാർക്കിങ്ങും കൂടെ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കറക്റ്റായിട്ട് ഇതിൻ്റെ വീതിയും നീളമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യുക, 2 ആക്കി മടക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ബാക്ക് പീസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് അറ്റത്തായിട്ട് നമുക്ക് ചെറിയൊരു മാർക്കിങ്ങും കൂടെ കൊടുത്ത് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ
അതൊന്ന് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതുപോലെ ഇത് മടക്കി വെച്ചതിന് ശേഷം ഞാൻ സ്പീഡാക്കിയിട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇതുപോലെ മടക്കിയെടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ബാക്ക് പീസ് 2 പീസില്ലേ അതും കൂടെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഓപ്പൺ വരുന്ന ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്കിവിടെ ഒരു മാർക്കിങ് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് വരുന്നൊരു ഭാഗമാണ് കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ ബാക്ക് പീസ് വെക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു കൂടുതലായിട്ട് ബാക്ക് പീസ് ഉണ്ടാവും. അത് കാര്യമാക്കണ്ട, അത് മടക്ക് വശത്തേക്ക് കൂടുതലുണ്ടാവും. നമ്മൾ ഈ ഒരു ഓപ്പൺ ഉള്ള ഭാഗമല്ലേ, ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് ഞാൻ കൂടുതലുണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ, മടക്ക് വരുന്ന ഭാഗത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ആയിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് 0.7 ഇഞ്ച് 5 കഴിഞ്ഞിട്ട് 0.7 5ഉം പിന്നെ 2 പോയിൻറ്റും കൂടെ ഈ ഭാഗത്ത് 0.5ഉം നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു കർവ് പോലെ വരച്ചെടുക്കുക. നമ്മൾ ഈ ആം ഹോളിനൊക്കെ വരക്കൂലേ, ഇങ്ങനെ ചെരിച്ചിട്ട് കൈത്തൊക്കെ വരക്കൂലേ, അതേപോലെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. ഈ ഒരു മൂലയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഓപ്പണിലുള്ള ഭാഗത്ത്, നമ്മൾ മടക്ക് വരുന്ന ഭാഗത്തല്ല. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഭാഗത്താണ് ഞാൻ മാർക്ക് ചെയ്തതെന്നുള്ളത്. എന്നിട്ട് ഇവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് നമ്മളെ കഴുത്തൊക്കെ വരക്കുന്ന പോലെ ഇങ്ങനെ ചെരിച്ച് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. നമ്മൾ ഇതേപോലെ ഒരു വര വരച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമുക്ക് ഈ ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഫ്രില്ലിട്ട് വരുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗമല്ലേ, ആ ഭാഗത്തേക്കാണ് ഇത് വരിക. അപ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ ആ ഒരു ടൈറ്റ്നെസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 4 പീസിലും ഈ 2 സൈഡിലായിട്ട് നമുക്കിതുപോലെ ഒരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഈ ഭാഗത്തും വരുന്നുണ്ട്, ആ ഭാഗത്തും വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ മറ്റേ പീസിലും വരും കേട്ടോ. അങ്ങനെ ഈ ഒരു പീസിലും വരും, അതേപോലെ ഇവിടെയും വരും കേട്ടോ. ഇനി നമുക്കിത് ഫ്രില്ലിട്ടെടുക്കാം. അപ്പോൾ നമ്മളെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ചിങ് ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ എന്ത് ചെയ്യുക, വലിയ സ്റ്റിച്ചാക്കി വെക്കുക. വലിയ സ്റ്റിച്ചാക്കി വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ മുകൾ ഭാഗത്തോട്ട് ആ ഒരു സൈഡിൽ നമ്മളൊരു കട്ടിങ് കൊടുത്തില്ല ആ ഭാഗത്ത്. അപ്പോൾ അതങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു നൂലുണ്ടല്ലോ, അതിൻ്റെ ഒരു നൂലിങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് അതിങ്ങനെ വലിച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഫ്രില്ലാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നീക്കി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. അതേപോലെ നമ്മൾ 3 പീസിലും കേട്ടോ, അപ്പോൾ ബാക്ക് പീസിൻ്റെ 2 പീസിലും ഫ്രണ്ട് പീസിലും നമ്മളിതുപോലെ വലിയ സ്റ്റിച്ചാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മെഷീനിൻ്റെ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് വെച്ചിട്ട് ഏറ്റവും വലിയ സ്റ്റിച്ചാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ ഒരു എൻ്റെ മെഷീനിൽ നമ്മൾ വലിയ സ്റ്റിച്ച് ആക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അത് ഫ്രില്ലായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ എല്ലാവരുടെ മെഷീനിലും അതുപോലെ ആവില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു നൂല് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ച് നീക്കി കൊടുക്കില്ല, നമ്മൾ നെറ്റിൻ്റെ ഫ്രോക്കിനൊക്കെ നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കില്ല, അതേപോലെ ആ ഒരു നൂലിങ്ങനെ ജസ്റ്റ് പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ അതിങ്ങനെ ഫ്രില്ലായി വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രില്ല് കൂട്ടും കുറവൊക്കെ ചെയ്യാം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു ഫ്രില്ലിട്ടത് നമ്മളെന്ത് ചെയ്യാം, നമ്മളെ ആ യോക്ക് ഭാഗത്തേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രില്ലൊക്കെ റെഡി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ നമ്മൾക്ക് ഒപ്പം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. 2 ഷോൾഡറും നമ്മൾക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ നല്ല വശങ്ങൾ ഒപ്പം വരുന്ന രീതിയിൽ കേട്ടോ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 ഷോൾഡറും കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതിൽ ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വലിയ പണിയൊന്നുമില്ല കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഫ്രോക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ഇത് വീഡിയോ കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ടൈം പിടിക്കുന്ന പോലെയൊക്കെ തോന്നും. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ നമ്മളെ ഈ ഒരു എക്സ്ട്രാ വരുന്ന നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു 2 ഷോൾഡറും തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളും നെക്കൊക്കെ ഒന്ന് ക്രോസ് പീസോ അല്ലെങ്കിൽ വേറെ പീസ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് ഇതിൻ്റെ ഫ്രില്ലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്താണ് ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ചുരുക്കുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നീക്കി കൊടുത്ത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഒരു നൂലുണ്ടല്ലോ, അതിലൊരു നൂല് മാത്രം പിടിച്ചിട്ട് ഇത് അതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ നമുക്ക് ഫ്രില്ലാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതിനാണ് നമ്മൾ വലിയ സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തത്. എന്നിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ നീക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പാകത്തിനാക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ഇത് കറക്റ്റ് പാകത്തിനാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല വശത്താണ് കേട്ടോ വെച്ച് അടിക്കേണ്ടത്. അപ്പോൾ നമ്മളെ ഈ ഒരു ഫ്രില്ലിട്ട പീസിൻ്റെ നല്ല വശം നമ്മളെ ആ യോക്ക് ഭാഗമല്ലേ അതിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പം വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിൽ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റിൽ ഇങ്ങനെ വെക്കുക, നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പം വരുന്ന രീതിയിൽ. യോക്കിൻ്റെയും നല്ല വശം നമ്മൾ ഫ്രില്ലിട്ട പീസിൻ്റെ നല്ല വശം ഇതുപോലെ ഒപ്പം വെക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതുപോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് സ്പീഡാക്കാതെ ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുന്നത്, നമ്മൾ സ്പീഡാക്കുമ്പോൾ നമ്മൾ വീഡിയോ കുറച്ച് ലെങ്ത്തൊക്കെ കുറയും. പക്ഷേ ഇത് ലെങ്ത്ത് കുറച്ച് കൂടിയാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെക്കുക കേട്ടോ. നല്ല പെർഫെക്ഷനിൽ തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ചിങ് തുടങ്ങുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ എന്നാലും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ 1-2 ഫ്രോക്കൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ ഇത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ എക്സ്ട്രാ വരുന്ന നൂലുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് നല്ലൊരു പെർഫെക്ഷനിൽ തോന്നും. പിന്നെ നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ട് ഈ ഒരു യോക്കിൻ്റെ ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്ത് നല്ല വശത്തിലൂടെ ജസ്റ്റ് ഒരു പ്രസ് അടിയും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു റെഡിമെയ്ഡ് ലുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ നമുക്ക് ഒരു പ്രസ് അടിയും കൂടെ ഇതേപോലെ കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറിയ ഒരു ഗാദറിങ് പോലെ ചെറിയൊരു ഫ്രില്ലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ കൂടുതൽ ഫ്രില്ലായിട്ട് നമ്മൾ ചെയ്യുന്നത് അത്ര അവർക്കൊരു കംഫർട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ ബാക്ക് വശത്തും ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫ്രില്ല് വെച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പം വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ബാക്കിലും ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രില്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്റ്റിൽ ഒന്ന് നീക്കി കൊടുക്കുക, എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്ന രീതിയിൽ. ഈ ഒരു നൂലിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഫ്രില്ലിങ്ങനെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ പറ്റും കേട്ടോ. കറക്റ്റിന് നമ്മൾ ആ യോക്കിന് ഭാഗമാക്കിയിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതാ ഫ്രില്ലൊക്കെ മുഴുവനായിട്ടും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് വശത്ത് ഇതുപോലെ ഒരു ഓപ്പണായിട്ടാവും ഉണ്ടാവുക. എന്നിട്ട് ഇതിൻ്റെ നല്ല വശത്തിലൂടെ നമുക്കിതുപോലെ പ്രസ് അടിയും കൊടുക്കുക. അപ്പോൾ ഫ്രില്ലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗവും അതേപോലെ നെക്കിൻ്റെ ഭാഗവും നമുക്കൊരു പീസ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പെർഫെക്ഷനാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്ത് കേട്ടോ, നമുക്ക് ജസ്റ്റ് ഒരു നീളത്തിൽ ക്രോസ് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല ജസ്റ്റ് ഒരു ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇത് ഞാനിതാ ഒരു 1.5 ഇഞ്ച് വീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ആം ഹോളിൻ്റെ ബാക്ക് വശം ഉണ്ടല്ലോ, നമ്മൾ ഈ ഫ്രോക്കിൻ്റെ ബാക്ക് വശത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് സ്റ്റിച്ച് ചെയ്യേണ്ടത്, നല്ല വശത്ത് വെച്ചിട്ടല്ല, ബാക്ക് വശത്ത്. എന്നിട്ട് അതൊരു കര പോലെ നല്ല വശത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്.
അപ്പോൾ നമ്മളിതാ ഈ ഒരു ബാക്ക് വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് കട്ട് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു കട്ടിങ് ആ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു അറ്റം മുതലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതാ അതുപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ ഒരു വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകട്ടെ. ആം ഹോൾ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ എടുത്തിട്ടുള്ള പീസ് 1.5 ഇഞ്ചിൻ്റെ ആ ഒരു നീളത്തിലുള്ള പീസ് നടുമടക്കിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ആം ഹോളിൻ്റെ ഈ ഒരു അറ്റത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു മെഷീൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് വരും. ആ ലൈറ്റ് വരുന്നതുകൊണ്ട് നമ്മളെ ക്യാമറയിൽ ആ ലൈറ്റ് നല്ലോണം ഒരു അടിക്കണുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു അടിക്കണ ഭാഗം ഒരു ക്ലിയറായി തോന്നാത്തത്. പിന്നെ ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ചെയ്താൽ കുറച്ചും കൂടെ കാണും. പക്ഷേ രാത്രി ആയതുകൊണ്ട് എനിക്ക് ആ ലൈറ്റ്, ഞാൻ രാത്രിയിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ലൈറ്റ് ഓഫ് ചെയ്യാനും പറ്റുന്നില്ല, അതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ചീത്ത വശത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചീത്ത വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തേക്ക് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മളിതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നല്ല വശത്തേക്ക് അതിങ്ങോട്ട് മറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചീത്ത വശത്ത് വെച്ചിട്ട് അടിച്ചു, എന്നിട്ട് നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ കറക്റ്റിൽ നല്ല വശത്തേക്ക് ഇങ്ങനെ മടക്കിയതിൻ്റെ ശേഷം നമ്മളൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പിംഗ് വെച്ച പോലെ അല്ലെങ്കിൽ ഒരു കര വെച്ച പോലെയൊക്കെ നമ്മൾ ഫ്രോക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചീത്ത വശത്ത് വെച്ച് അടിച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നല്ല വശത്തേക്ക് നമ്മളിതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മളതിൻ്റെ ഈ ഒരു അറ്റത്തിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് വളയാതെ അറ്റത്തിലൂടെ സ്റ്റിച്ച് ചെയ്യുക. ആ തുമ്പത്ത് കൂടെ സ്റ്റിച്ച് ചെയ്താൽ നല്ല പെർഫെക്ഷനിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു പീസ് എടുത്തിട്ട് മറ്റേ ആം ഹോൾ ഉണ്ടല്ലോ, അവിടെയും കൂടെ നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നെക്ക് മുഴുവനായിട്ടും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ചീത്ത വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക, നല്ല വശത്തേക്ക് മറിച്ചിട്ട് ആറ്റത്തിലൂടെ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ നമ്മൾ മറ്റേ ആം ഹോളും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കുറച്ചൊന്ന് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ, കാരണം നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് സ്പീഡാക്കാൻ, കാരണം ഞാൻ മറ്റേ ആം ഹോൾ ചെയ്തപ്പോൾ ഞാൻ കറക്റ്റിൽ കാണിച്ചു തന്നില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഭാഗത്ത് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുമില്ല, നമ്മൾ ഈ ഒരു പീസ് കറക്റ്റായിട്ട് വെച്ചിട്ട് ചീത്ത വശത്ത് വെച്ച് നല്ല വശത്തേക്ക് മറിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് 2 ആം ഹോളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നെക്ക് നമ്മളിതുപോലെ തന്നെ കറക്റ്റായിട്ട് വേറൊരു പീസ് വെച്ചിട്ട് കറക്റ്റ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ നെക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു പീസ് ഇതുപോലെ തന്നെ 1.5 ഇഞ്ച് വീതിയുള്ള പീസ് എടുത്തിട്ട് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മടക്കിയിട്ട് നെക്കും കൂടെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റിൽ ഇതുപോലെ വെച്ചിട്ട് നെക്ക് ചുറ്റുഭാഗത്ത് ഒരു ഭാഗത്തുനിന്ന് തുടങ്ങി മറ്റേ ഭാഗം, നമ്മൾ ബാക്ക് ഭാഗം അല്ലേ ഓപ്പൺ അല്ലേ, അപ്പോൾ ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ആ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് മറ്റേ ഭാഗം വരെ കറക്റ്റിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നെക്ക് അതും ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ബാലൻസ് ഉള്ളത് കട്ട് ചെയ്യുക. പിന്നെ ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കട്ടിങ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കുക. നല്ല വശത്തേക്ക് മറിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു അറ്റത്തിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആം ഹോളും നെക്കും ഫിനിഷ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. വേറൊരു ബേസ് വെച്ചിട്ട് കറക്റ്റിൽ നമ്മളത് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് വളയാതെ അതേപോലെ ഒരറ്റത്തിലൂടെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലൊരു റെഡിമെയ്ഡ് ലുക്ക് നമുക്ക് തോന്നും. പിന്നെ സെൻറ്ററിലൂടെയും അതേപോലെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ ഉള്ള സ്റ്റിച്ച് ആകുമ്പോൾ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നല്ല പെർഫെക്ഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇതേപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ആം ഹോള് അതേപോലെ നെക്ക് എല്ലാം നമ്മൾ കറക്റ്റിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗമാണ്, മറ്റേ ഓപ്പണുള്ള ഭാഗം ബാക്ക് വാഷാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 സൈഡ് ഉണ്ടല്ലോ, സൈഡ് ഒന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ സൈഡ് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീത്ത വശത്തേക്ക് മറിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ആം ഹോളിൻ്റെ ഈ ഒരു അറ്റം ഉണ്ടല്ലോ, ഈ ഒരു അറ്റം മുതൽ നമുക്ക് താഴെ വരെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ നമുക്ക് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അറ്റം മുതലാണ് തുടങ്ങേണ്ടത്. എന്നിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. 2 വശത്തും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതേ രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് മറ്റേ വശവും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എക്സ്ട്രാ വരുന്ന നൂലുകളൊക്കെ നമുക്ക് അപ്പം തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. പിന്നെ ഈ ഒരു വശവും കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ തയ്യൽ തുമ്പ് എക്സ്ട്രാ നിങ്ങൾ ഇട്ടിട്ടുള്ളത് അതിനനുസരിച്ച് 1 ഇഞ്ചോ 1/2 ഇഞ്ചൊക്കെ കൊടുക്കുക. ഞാൻ ഏതായാലും ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ കറക്റ്റിൽ നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഉള്ള നൂലുകളൊക്കെ നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് താഴ്വശത്ത് ഒരു ഫ്രില്ലാണ് കൊടുക്കുന്നത് കേട്ടോ. ഒരു ചെറിയൊരു ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഇഞ്ച് നീളമുള്ള ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു നീളമല്ല വീതി കേട്ടോ, 2 ഇഞ്ചിൽ വീതി എടുത്തിട്ടുണ്ട് കേട്ടോ. നീളം പിന്നെ നമുക്ക് കുറച്ച് വലിയൊരു നീളത്തിലുള്ളൊരു പീസ് എടുക്കാം. എന്നിട്ട് ഫ്രില്ലിട്ട് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 2 ഇഞ്ച് വീതിയിലുള്ള ഒരു നീളത്തിലൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു അറ്റത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ഇഞ്ച് വീതിയുള്ള ഈ ഒരു പീസിൻ്റെ ഒരു ഭാഗത്ത് നമ്മളിതാ ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് നമ്മൾ മടക്കി അടിക്കില്ല, അതേപോലെ മടക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. താഴ് വശമാണത്. എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇത് ചെറിയ ചെറിയ ഫ്രില്ലുകളാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഒരു വശം മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ലാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രില്ല് മുഴുവനായിട്ട് ഈ ഒരു പീസ് മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ല് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ മടക്കിയിട്ട് ഫ്രില്ലിട്ട് കൊടുക്കില്ല, ആ രീതിയിൽ കേട്ടോ. അപ്പോൾ അതാ അതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് ഞാനിങ്ങനെ ഈ ഒരു പീസ് മുഴുവനായിട്ട് ഫ്രില്ലാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ ഫ്രില്ലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രില്ലാക്കി എടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസ് നമ്മളെ ആ ഒരു ഫ്രോക്കിൻ്റെ താഴ്വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഫ്രില്ലാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നല്ല വശവും നമ്മളെ ഫ്രോക്കിൻ്റെ നല്ല വശത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഫ്രില്ല് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ഫ്രില്ല് നമ്മൾ മടക്കി അടിച്ചപ്പോൾ അതിൻ്റെ ആ ഒരു നല്ല വശമല്ലേ, ആ ഒരു നല്ല വശവും നമ്മളെ ഫ്രോക്കിൻ്റെ നല്ല വശവും കറക്റ്റിൽ ഇതേപോലെ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിതുപോലെ ഫുള്ളായിട്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ താഴ്വശം ഫുള്ളായിട്ട് ഈ ഒരു ഫ്രില്ല് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് മുഴുവനായിട്ട് നമ്മളിത് ഇങ്ങനെ ഈ ഒരു ഫ്രില്ല് ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാനിത് മുഴുവനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ നോക്കിയിട്ട് കറക്റ്റിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ അത് മുഴുവൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അത് നല്ല വശത്തേക്ക് മറിച്ചിട്ട് ആ ഒരു നല്ല വശത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഒരു പ്രസ് അടിയും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ ഒരു പ്രസ് അടി കൊടുത്തില്ലേ, അതേപോലെ ഇതിനും ചെറിയൊരു പ്രസ് അടി കൊടുക്കുക. അപ്പോൾ നല്ല വശത്തേക്ക് മറിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇത് അതുപോലെ ഒരു പ്രസ് അടി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രില്ലിട്ട പീസ് ഇതുപോലെ ബാലൻസ്, ഇപ്പോൾ ഇത് എനിക്കിവിടെ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാലൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ വെച്ചിട്ട് ഈ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കുക. ചീത്ത വശത്ത് വെച്ചിട്ടല്ലേ നമ്മളിത് ചെയ്തത്. ഇനി നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പ്രസ്സടി മുഴുവനായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രില്ല് കറക്റ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രസ്സടിയും കൂടെ അതിൻ്റെ മുകളിൽ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതേപോലെ ഒരു പ്രസ്സടി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിത് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ താഴ്വശത്തുള്ള ഫ്രില്ലൊക്കെ മുഴുവനും സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ആ ഒരു പ്രസ്സടിയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല പെർഫെക്ഷനിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു റെഡിമെയ്ഡ് ലുക്കിൽ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം ഇതുപോലെ ഓപ്പൺ ആണ്, ഇവിടെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ബാക്ക് വശം ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊരു പീസ് വെച്ചിട്ട് നമുക്കൊരു പടി അടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ബ്ലൗസിനൊക്കെ ചെയ്യൂലേ, അതേപോലെ ഒരു പടി അടിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ തന്നെ 2 ഇഞ്ചിലുള്ളൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വീതിയുള്ളൊരു ക്ലോത്താണ് കേട്ടോ. ആ ഒരു ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉൾവശത്തേക്ക് കുറച്ച് മുകളിലേക്ക് കുറച്ച് ഇതുപോലെ ഒരു അരഞ്ചോളം കയറ്റിയിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഈ ഒരു അറ്റത്ത് നെക്കിൻ്റെ ഭാഗത്താണ് മുകളിലേക്ക് കുറച്ച് ഏറെ വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക, താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റിലൊരു 1/4 ഇഞ്ചിൽ നമ്മളൊരു 1/2 ഇഞ്ച് നമ്മളിവിടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ബാക്ക് പീസിന്. അപ്പോൾ ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് ഇതുപോലെ ഈ ഒരു പീസ് കറക്റ്റ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് താഴ്വശത്ത് എക്സ്ട്രാ കുറച്ചിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. മേലെ നമ്മൾ എക്സ്ട്രാ കുറച്ചിട്ടിട്ട് ഉള്ളിലേക്ക് മടക്കില്ല, അതേപോലെ താഴ്വശത്തും കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മളിത് നല്ല വശത്തല്ല വെച്ച് അടിച്ചത്, ഇനി നമ്മളത് ചീത്ത വശത്തേക്ക് മറിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരിക. ഇനി ഇത് ജസ്റ്റ് ഇങ്ങോട്ട് മറിച്ച് കൊടുക്കുക ചീത്ത വശത്തേക്ക്. അപ്പോൾ ഇങ്ങനെ മറിക്കുമ്പോൾ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗം നമ്മൾ ഉള്ളിലേക്ക് ആ പീസ് എക്സ്ട്രാ ഇട്ടിട്ട് മടക്കി വെച്ചതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് അവിടെ നല്ലൊരു പെർഫെക്ഷനിൽ വരും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് നല്ല വശത്തേക്ക് കറക്റ്റിൽ ഇതേപോലെ ഒന്ന് മറിക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തേക്ക് മടക്കിയിട്ട് ഈ ഒരു അറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ പറയണേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോഴാട്ടോ മനസ്സിലാവുക. അപ്പോൾ അത് ഇതിൻ്റെ താഴ്വശമാണ്, അവിടെ നമ്മൾ കുറച്ചൊന്ന് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് അതേപോലെ ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ട് ഒരു മടക്ക് ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ ഒരു മടക്കും കൂടെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഒരു പടി പോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു അറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ നമ്മളെ ബാക്ക് വശത്ത് 2 ഭാഗത്തും ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് നമ്മളൊരു പടി പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ കറക്റ്റിൽ മടക്കുക. അപ്പോൾ നമ്മൾ മടക്കി കഴിയുമ്പോൾ ആ ഒരു 2 ഇഞ്ചുള്ള ആ ഒരു പീസ് നമുക്കൊരു 1/2 ഇഞ്ചിലൊക്കെയാണ് കേട്ടോ അത് കിട്ടുക പിന്നെ മടക്കി കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ അവിടെ നമുക്ക് ഹുക്സോ അല്ലെങ്കിൽ കൊളത്തോ പിന്നെ സിബൊക്കെ അടിക്കാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ അറ്റത്ത് കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല. മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. നമ്മളിനി എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണോ, വീഡിയോ സ്പീഡാക്കണോ അതേ ഇതുപോലെ തന്നെ മതിയോ എന്നുള്ളതൊക്കെ ഒന്ന് കറക്റ്റിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മളിതിൻ്റെ പടി ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ല പെർഫെക്ഷനിൽ നല്ല വശത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ നെക്കിൻ്റെ ഭാഗത്തൊക്കെ കറക്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ മറ്റേ വശത്തും ബാക്ക് പീസിലെ 2 ഭാഗത്തും അടിക്കാനില്ലേ, അപ്പോൾ മറ്റേ വശത്തും ഇതേപോലെ തന്നെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ മറ്റേ വശത്തും ഒരു പീസ് വെച്ചിട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ താഴ് വശത്തും മുകൾ വശത്തും കുറച്ച് ഒരു എക്സ്ട്രാ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ നല്ല വശത്തേക്ക് ഇങ്ങോട്ട് മറിക്കുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം താഴെ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, മേലെ നമ്മൾ നെക്കും ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കറക്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്ട്രാ ഇതുപോലെ കുറച്ചൊരു പീസ് എക്സ്ട്രാ ഇട്ടിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. അത് ഈ നെക്കിൻ്റെ ഭാഗത്തും അതുപോലെ ചെയ്യുക, താഴെ നമ്മൾ ഫ്രില്ലൊക്കെ ചെയ്ത ആ ഒരു ഭാഗമല്ലേ അവിടെയും അതേപോലെ തന്നെ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കുമ്പോൾ ഇങ്ങോട്ട് മറിക്കുമ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ മടങ്ങിയിട്ട് കിട്ടും. എന്നിട്ട് ഇതുപോലെ രണ്ടാക്കിയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു അറ്റത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മളത് അറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്ഷനിൽ തന്നെ നമുക്ക് ഈ ഒരു പടി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബ്ലൗസിനൊക്കെ നമ്മളിതുപോലെ ചെയ്യലുണ്ട്. അതേപോലെ പാവാടേൻ്റെ ബ്ലൗസൊക്കെ ഉണ്ടാവില്ലേ, പട്ട് പാവാടേൻ്റെ, അതിനൊക്കെ നമുക്ക് ഹുക്സും ഇതൊക്കെ ബട്ടൺസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പടി ചെയ്തെടുക്കൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ്. പിന്നെ വേറെ രീതിയിലും നമ്മൾ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ രണ്ട് ഭാഗത്തും ഈ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല വശത്തേക്ക് ഇതാ നമുക്ക് നല്ല പെർഫെക്ഷനിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മളെ ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് വർക്കും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയാണ്. അപ്പോൾ ബാക്ക് വശത്ത് ഓപ്പൺ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഞാനിത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഹുക്സ് വെച്ച് കൊടുക്കാം. ചെറിയ കുട്ടികളാകുമ്പോൾ ചെറിയ ഹുക്സ് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ സ്നാപ്പ് ബട്ടൺ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ പ്രസ് ചെയ്തിരുന്ന ഒരു ബട്ടൺ ഉണ്ടല്ലോ, അത് മേടിക്കാൻ കിട്ടും നമുക്ക് ബട്ടൺ ഹൗസിലൊക്കെ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാം. പിന്നെ സിബ് വെക്കണമെന്നുണ്ടെങ്കിൽ അതും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യണേ, ഈ ഒരു കുട്ടീൻ്റെ തല കൊള്ളുന്ന ആ ഒരു ഭാഗം വരെ വെച്ചിട്ട് ബാക്കി ആ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണെ. കുറച്ച് ഭാഗത്ത് ഇങ്ങനെ തല കൊള്ളുന്ന ആ ഒരു ഭാഗം വരെ വെച്ചിട്ട് ബാക്കി ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാനൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഹുക്സ് ഒന്നും വെക്കണില്ല കേട്ടോ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഹുക്സ് വെച്ച് തുന്നി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സിബ് വെച്ച് അടിച്ചു കൊടുക്കാം. പിന്നെ സിബ് വെക്കുന്ന ഫ്രോക്കൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കാം കേട്ടോ. സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യൽ, പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമ്മൾ എങ്ങനെയാണ് സിബ് ചെയ്തെടുക്കുക, അതൊക്കെ നമുക്ക് അടുത്ത ഓരോ വീഡിയോസിലായിട്ട് നമുക്ക് കറക്റ്റിൽ കാണിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഇഞ്ചിലുള്ള ഒരു ക്ലോത്ത്, നീളത്തിലൊരു ക്ലോത്ത് എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് മടക്കി ഇങ്ങനെ നമ്മൾ ചുരിദാറിൻ്റെ പാൻറ്റിനും ഇതിനൊക്കെ വള്ളി അടിക്കൂലേ, ആ ഒരു രീതിയിൽ ഉള്ളിലോട്ട് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെറിയൊരു കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ക്ലോത്ത് കേട്ടോ. അതിന് ഇത്ര നീളം അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് അതിൽ വെച്ച് നോക്കിയിട്ട് എത്രയാണോ കറക്റ്റിൽ വേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങളൊരു നീളത്തിലുള്ളൊരു പീസ് ഇതുപോലെ മടക്കിയിട്ട് ഒരു വള്ളിയാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി ഫ്ലവർ എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയണോലാണെന്നുണ്ടെങ്കിൽ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതാ ഈ ഒരു വള്ളി ചെയ്തിട്ട് ജസ്റ്റ് നമ്മളെ മാക്സിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടാവില്ലേ ഒരു വള്ളി പോലെ അങ്ങനെ മടക്കിയിട്ട് വെക്കൂലേ, ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒരു ബോ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം, അതേപോലെ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ വള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു കോണാക്കിയിട്ട് മടക്കൂലേ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് അതിങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വെച്ച് കൊടുക്കുക, ഒരു റെഡിമെയ്ഡ് ലുക്ക് തോന്നാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കാമെന്നേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്ലവർ എന്തെങ്കിലും വെക്കണമല്ലോ അങ്ങനെയും വെച്ച് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ആ ഒരു ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. തുന്നി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്തെടുക്കട്ടെ, അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതുപോലെയാണ് ഞാൻ വെച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു യോക്കിൻ്റെ ഈ ഒരു സെൻറ്ററില്ലേ ഇവിടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു തുന്നിട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഏതായാലും മെഷീനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ചാണ് ഈ ഭാഗത്ത് കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തത് നമ്മൾ വേറെ ഒരു രീതിയിലുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും കറക്റ്റിൽ ചെയ്തിട്ട് ഇതിൻ്റെ ഫോട്ടോ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരണം കേട്ടോ. ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത ആളുകൾക്ക് നമുക്ക് എന്തുണ്ട് സമ്മാനം നിങ്ങളെ അഡ്രസ്സിലേക്ക് അയച്ചു തരും കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുക ആരൊക്കെ കറക്റ്റായിട്ട് പെർഫെക്ഷനിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് അതേപോലെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് നമ്മളെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ. പിന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ ആർക്കൊക്കെ ഉപകാരമുണ്ട് അവർക്കൊക്കെ സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇത് എക്സ്ട്രാ എത്രത്തോളം നീളം വേണം ഇതിൻ്റെ ഈ ഒരു വള്ളിക്ക് എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്കിത് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് വശം ഞാനിപ്പോൾ ക്ലോസ് ചെയ്തിട്ടില്ല. ഇനി ഞാനത് ക്ലോസ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. പിന്നെ ആ തല കൊള്ളുന്ന ഭാഗം മാത്രം വെച്ചിട്ട് ഞാൻ അവിടെ ഒരു കുളത്ത് തുന്നി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഒരു ഫ്രോക്കിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് ബട്ടൺസോ ഷോക്ക് വേണ്ടി എന്തെങ്കിലും ഷോ ബട്ടണൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ബോ ഉണ്ടാക്കിയിട്ടൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് ഏത് ക്ലോത്തിലും ചെയ്തെടുക്കാം കേട്ടോ. കോട്ടൻ്റെ ക്ലോത്ത് തന്നെ ആവണമെന്നില്ല. കോട്ടൻ്റെ ആകുമ്പോൾ ചെറിയ കുട്ടികൾക്ക് ഒന്നും കൂടെ ഭംഗിയാണ്. വൈറ്റ് ക്ലോത്ത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് പ്രിൻറ്റിലൊക്കെ ചെയ്യാം. പ്രിൻറ്റിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രോക്കിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. അപ്പോൾ നല്ല പെർഫെക്ഷനിൽ നെക്കും ആം ഹോളൊക്കെ നല്ലൊരു റെഡിമെയ്ഡ് ലുക്കിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനിതുപോലെ ഒരു ബ്ലാക്ക് ബട്ടൺ വെച്ച് തുന്നി കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ യോക്കിൻ്റെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ബ്ലാക്ക് ഒരു ഷോക്കും വേണ്ടി ഒരു ബട്ടൺ ഇങ്ങനെ തുന്നി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ ഒരു ബോൻ്റെ നടുവിലും അതുപോലെ ഒരു ബട്ടൺ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ, തുന്നി കൊടുക്കാനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ ഔട്ട്ലുക്ക്. അപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ ഈ ഒരു വൈറ്റ് കോട്ടൻ്റെ ഈ ഒരു ഫ്രോക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രോക്ക്, അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളിത് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരാം. അപ്പോൾ അടുത്ത നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ഫ്രോക്ക്, വേറൊരു ഫ്രോക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് വൈകാതെ തന്നെ നാളെ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ മോഡൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അയക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.